ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് B2 ഗോയത്തെ എക്സാം ക്രാക്ക് ചെയ്തതെന്നും അതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ മുമ്പൊരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു, ആഫ്റ്റർ +2 പിന്നെ അത് ജർമ്മൻ ജേണിയൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ കമൻസും 3K വ്യൂവേഴ്സും ഒക്കെ കിട്ടിയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ A1 തൊട്ട് തുടങ്ങാം. A1 എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാ വീക്കിലും എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി എന്തായാലും പഠിച്ചേ പറ്റുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്താ പറയുക, ഓരോ ദിവസം വൊക്കാബുലറി ആണെങ്കിൽ ഒരു ദിവസം 10 എണ്ണമൊക്കെ വീതം പഠിക്കുമായിരുന്നു. എല്ലാ ദിവസവും 10 എണ്ണമൊക്കെ വീതം പഠിക്കുമായിരുന്നു. അപ്പം ശനിയാഴ്ച എക്സാം ഉണ്ടാകും. ഗ്രാമാറ്റിക്കിൻ്റെ വേറെ, സ്പ്രഷൻ ഷ്രൈബൻ, ഹോർണലേസൺ, അങ്ങനെ ഗോയത്തെ മോഡൽ തന്നെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു. അങ്ങനെ എനിക്ക് A1 ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു ടൈമിൽ അപ്പോഴാണ് ഈ A1 ഒക്കെ കഴിയുന്ന ടൈമിലാണ് ഈ റോബിൻ അച്ഛൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടത്. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഗ്രാമറൊക്കെ ഒന്നുകൂടെ തറവായി മനസ്സിലാകാൻ തുടങ്ങി. അതായത് ആ വീഡിയോസിൽ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ A1 ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ റോബിൻ അച്ഛൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. എനിക്ക് ആ വീഡിയോസ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഇനി അപ്പോൾ വൊക്കാബുലറി പഠിക്കണം. ഞാൻ B1 വരെയുള്ള അത്യാവശ്യം എല്ലാ വൊക്കാബുലറിയും പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പഠിക്കും, അത് മറക്കും. എന്നാലും അത്യാവശ്യമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ എക്സാമൊക്കെ ഷ്രൈബനും പ്രശ്നമൊക്കെ ഞാൻ പാസ്സാകും. പക്ഷേ ലേസനും ഹ്യോറനും പൊട്ടാറാണ് ഉള്ളത്. പിന്നെ ഞാൻ A2ലേക്കൊക്കെ ആയപ്പോൾ A1 ആയിരുന്നു എനിക്ക് ബുദ്ധിമുട്ട്. A2ലേക്ക് കയറിയപ്പോൾ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം എനിക്ക് മനസ്സിലാകാനൊക്കെ തുടങ്ങി. അപ്പോൾ എല്ലാ ആഴ്ചയും എക്സാം ഉണ്ട്. അതിനുവേണ്ടി എല്ലാ ദിവസവും പഠിക്കുമായിരുന്നു കേട്ടോ. വൊക്കാബുലറി പഠിക്കുമായിരുന്നു. പിന്നെ ഞാൻ ജർമ്മൻ വീഡിയോസ് കാണുമായിരുന്നു. അതായത് ഈസി ജർമ്മൻ്റെ ഒക്കെ വീഡിയോസ് കണ്ടാൽ മതി, നല്ലോണം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഈ ജർമ്മൻ വീഡിയോസ് കാണുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ സംസാരിക്കുമായിരുന്നു. കാരണം അപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഔസ്പ്രാഹയൊക്കെ സെറ്റായിരുന്നു. അങ്ങനെയാണ് സ്പീക്കിംഗ് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞാൻ സ്പീക്കിംഗ് ഇമ്പ്രൂവ് ആക്കിയതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം ചിന്തിക്കും, അതൊന്ന് മേ ബി ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഇട്ടിട്ട് മലയാളത്തിൽ പറയും. അപ്പോൾ അതിൻ്റെ ജർമ്മൻ വരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് മറക്കത്തില്ല, നമ്മൾ ഇങ്ങനെ മനസ്സിൽ തന്നെ കിടക്കും. പിന്നെ ഷ്രൈബനൊക്കെ ആണെങ്കിൽ ആദ്യം സ്വന്തമായിട്ട് എഴുതും. ഈ ChatGPT ഒന്നും കൊടുക്കാണ്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് എഴുതും. പിന്നെ അതിൽ കറക്ഷൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷനിലെ ടീച്ചർമാരുണ്ടാവും, എപ്പോഴും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ അടുത്ത് എപ്പോഴും ഷ്രൈബനൊക്കെ എഴുതിയിട്ട് അവരെ കൊണ്ട് കാണിക്കുമായിരുന്നു. അപ്പോൾ അവർ കറക്ഷൻ ചെയ്തു തരും. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ഷ്രൈബൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പിന്നെ B1 ഒക്കെ ആയപ്പോഴത്തേനും എന്നാ പറയുക, ഈ സ്പീക്കിംഗ് ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. കാരണം അതായത് ഓരോ ലെവൽ കയറി വരുമ്പോഴത്തേനും നമുക്ക് സ്പീക്കിംഗ് B1ലേക്കൊക്കെ വരുമ്പോൾ 2 മിനിറ്റോ 3 മിനിറ്റോ കൊണ്ട് സ്പീക്കിംഗ് ചെയ്യണ്ടേ, ഡിസ്കസ്യോണും തേമയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇതെങ്ങനെയാണ് കാണാപ്പാടം അല്ലാണ്ട് ഇപ്പം നമുക്കറിയത്തില്ലല്ലോ. ഒരു തേമ തന്നാൽ അത് മൊത്തം എങ്ങനെയാണ് കാണാപ്പാടം പഠിച്ചിട്ട് അതും വേറൊരു ഭാഷയിൽ പറയാം. മലയാളമാണെങ്കിൽ മലയാളം തന്നെ എനിക്ക് കാണാപ്പാടം പഠിക്കാൻ കുറേ നേരം വേണം. അപ്പോഴാണ് ഈ ജർമ്മൻ ഭാഷയൊക്കെ ഒരു തേമയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ പുങ്ക്റ്റൊക്കെ കാണാപ്പാടം പഠിക്കണ്ടേ. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പിന്നെ നമ്മൾ എപ്പോഴും ആ ഭാഷ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അത് ഓക്കെ ആയി എനിക്ക്. പിന്നെ B2 എനിക്ക് 2 മാസമായിരുന്നു കോഴ്സ്. അതിൽ ഞാൻ 1 മാസമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ആ ഒരു ടൈമിൽ ഞാൻ B2ന് ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 1 മാസം പോയി, 1 മാസം ഞാൻ വീട്ടിലിരുന്ന് സ്വയം പ്രിപ്പറേഷൻ ചെയ്യുമായിരുന്നു. അതായത് ഞാൻ പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പം ഡിസ്കസ്യോൺ ആണെങ്കിലും വേറെ പാർട്ട്ണർ ഉണ്ടാവില്ലല്ലോ, നമ്മൾ വീട്ടിലിരുന്നല്ലേ പഠിക്കുന്നത്. അപ്പം ഞാൻ തന്നെ സ്പീക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഞാൻ സ്വയം പറയും, പാർട്ട്ണറിൻ്റെ ഭാഗത്ത് ഇരുന്ന് ഞാൻ തന്നെ പറയും. ഞാൻ സ്പീക്കിംഗ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ഒരു ആപ്പ് യൂസ് ചെയ്തായിരുന്നു. അതിൻ്റെ പേര് ഹെലോടോപ്പ് എന്നാണ്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ.
അതിനകത്ത് നമുക്ക് ജർമ്മൻകാരോട് തന്നെ സംസാരിക്കാൻ പറ്റും. ഏത് ടൈമിൽ നമുക്കിപ്പോൾ ജർമ്മൻ സംസാരിക്കാൻ തോന്നുവാണെങ്കിൽ അതിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ. ജർമ്മനിയിൽ വേണമെങ്കിൽ നമ്മളെപ്പോലെ കുറേ പേര് ആൾക്കാരുണ്ട് ജർമ്മൻ ഭാഷ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി. അപ്പോൾ അതിൽ നിന്നും കുറേ ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ ആ ആപ്പ് യൂസ് ചെയ്ത് ഞാൻ എപ്പോഴും എല്ലാ ദിവസവും യൂസ് ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ ആ ആപ്പിൽ കയറി സംസാരിക്കുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായി. നമ്മളിങ്ങനെ എപ്പോഴും എല്ലാ ദിവസവും ഈ ജർമ്മൻ ഒന്ന് കുറച്ചെങ്കിലും നേരം സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സ്പീക്കിംഗ് ഒക്കെ വരുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. നമുക്കിങ്ങനെ നോർമലായിട്ട് സംസാരിക്കാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാനും അതേപോലെ നമുക്ക് റിപ്ലൈ ചെയ്യാനും പറ്റും. എല്ലാ ദിവസവും ഇങ്ങനെ ഈ ഒരു ആപ്പിൽ കയറിയിട്ട് നിങ്ങൾ സംസാരിക്കാൻ ട്രൈ ചെയ്ത് നോക്ക്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും, ഒരു ചമ്മലൊക്കെ ഉണ്ടാകും. എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാര്യമാക്കേണ്ട. നിങ്ങൾ ഇപ്പോൾ പാർട്ട്ണർ ഇല്ലയെന്ന് പറഞ്ഞ് വിഷമിക്കുകയാണെങ്കിൽ ഈ ഒരു ആപ്പിൽ കയറിയിട്ട് അവിടെ കുറേ ജർമ്മൻ പഠിക്കുന്ന പിള്ളേരുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കാം. ഇനി ഹ്യോറിൻ്റെ ലെസൻ്റെ കാര്യം എനിക്ക് ഏറ്റവും പാടുള്ളതായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ എപ്പോഴും പൊട്ടുന്ന ഒന്നായിരുന്നു ഹ്യോറിൻ്റെ ലെസനും. പിന്നെ എപ്പോഴും കേൾക്കും. ഓരോ ദിവസവും ഒരെണ്ണം വെച്ചെങ്കിലും കേൾക്കാൻ തുടങ്ങി. ആ കേട്ടത് തന്നെ വീണ്ടും എന്ത് ചെയ്യും, ഒരു വട്ടമൊക്കെ കേൾക്കുമ്പോൾ ഇപ്പം ഞാൻ ഒരു ഹ്യോറിനെടുത്ത് 1 മണിക്കൂറോ 3/4 മണിക്കൂറൊക്കെ ഉണ്ടാവും. അത് വെച്ച് കേൾക്കുമ്പോൾ എന്തായാലും ഒന്നുകിൽ 14, 15, 18 വേണമല്ലോ പാസ്സാകാൻ. അപ്പോൾ അങ്ങനെ വെച്ച് പൊട്ടാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അതേ സാധനം തന്നെ വീണ്ടും ഒന്നുകൂടെ കേൾക്കും. അപ്പോൾ ഒന്നുകിൽ സ്ലോ ആക്കിയിട്ട് കേൾക്കും. അപ്പോൾ ഒരു ഐഡിയ കിട്ടും. അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു യൂസ്ഫുള്ളായുള്ള ഒരു ട്രിക്കാണ്. ലെസൻ്റെ കാര്യം, ലെസൺ നമ്മൾ ചെയ്യുന്നതിൻ്റെ വൊക്കാബുലറി അറിയാത്തത് എഴുതിയെടുക്കുക, എന്നിട്ടത് കാണാപ്പാഠം പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ലെസൺ ചെയ്യുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും വൊക്കാബുലറി എഴുതിയെടുത്ത് കാണാപ്പാഠം പഠിക്കേണ്ടി വരും, എനിക്കറിയാം. പക്ഷെ എന്നാലും നിങ്ങൾ ട്രൈ ചെയ്യുക. ഒരു ദിവസം ഒരു ലെസണും ഒരു ഹ്യോറിനും ചെയ്യാൻ നോക്കുക. ഭയങ്കര ലാംഗ്വേജിഷായ ഒരു കാര്യമാണ്, എനിക്ക് മനസ്സിലാവും. 1 മണിക്കൂർ കുത്തിയിരുന്ന് ഒരു ഹ്യോറിനൊക്കെ 1 മണിക്കൂർ ഉണ്ടാവും, എനിക്കറിയാം. അപ്പോൾ ഇതൊക്കെയുള്ളൂ വഴി. നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് കമൻറ്റിൽ പറയണേ. പിന്നെ B2 ഷ്രൈബൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര എന്നാ പറയുക, B2 ലെവല് ഗ്രാമാറ്റിക് അങ്ങനെ കൂടുതൽ നോമൻസും അങ്ങനെയൊന്നും ഭയങ്കര കാര്യമായിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു A to B1 ലെവലിലായിരുന്നു നോമൻസും വെർബ്സും ഒക്കെ യൂസ് ചെയ്തത്. പക്ഷെ ഞാൻ യൂസ് ചെയ്ത ഒരു ട്രിക്ക് എന്ന് വെച്ചാൽ ഒരു വരിയിൽ ഔസർദയം യൂസ് ചെയ്താൽ അടുത്ത വരിയിൽ സുതയും യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ വൈയിൽ കുറേ ഗ്രാമാറ്റിക്കാണ് ഞാൻ യൂസ് ചെയ്തത്. കാരണം B2 ഞാൻ അങ്ങനെ വൊക്കാബുലറീസ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വൊക്കാബുലറീൻ്റെ ആ ഒരു ബുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് B2 ഞാൻ അങ്ങനെ വൊക്കാബുലറീസ് പഠിച്ചിട്ടില്ല. അപ്പോൾ ഒരു A1 to B1 വരെയുള്ള വൊക്കാബുലറീസ് ആണ്. അതും അറിയത്തില്ല. നമ്മളിപ്പോൾ 10 എണ്ണം പഠിച്ചാൽ രാവിലെ ആകുമ്പോൾ അതിലൊരു 2 എണ്ണം ഓർത്താൽ ഭാഗ്യം, അങ്ങനെ. അപ്പോൾ ആ ഒരു വൊക്കാബുലറീസ് എനിക്ക് ഭയങ്കര കാര്യമായിട്ടൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എഴുതിയത് സിമ്പിളായിട്ട് എഴുതും. സെൻറ്റൻസ് A to B1 വൊക്കാബുലറീസ് വെച്ചിട്ട് എഴുതും. പക്ഷെ അതിൽ ഗ്രാമാറ്റിക് കൂടുതൽ യൂസ് ചെയ്യും. നിഷ്ടുന്നുൾ സൊണ്ടനാവും, പിന്നെ സോവൾ ആൾസോഹും, അങ്ങനെ കുറേ ഗ്രാമാറ്റിക് ഞാൻ യൂസ് ചെയ്തായിരുന്നു. പിന്നെ ചില സെൻറ്റൻസ് ഒക്കെ ഞാൻ കാണാപ്പാഠം പഠിക്കുമായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. അതായത് റൈസിനെ കുറിച്ച് വരുവാണെങ്കിൽ അതിനെ ബെസ്റ്റ് തെറാപ്പി ഇൻ ഉൻസറം ലേബൻ ഇസ് അതിനെ റൈസെ മാഹിൻ. അതായത് നമ്മുടെ ജീവിതത്തിലെ ഒരു ബെസ്റ്റായ തെറാപ്പി എന്നത് യാത്ര ചെയ്യുകയാണ്. അങ്ങനത്തെ സെൻറ്റൻസ് ഒക്കെ നമുക്ക് ഇപ്പോൾ റൈസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സെൻറ്റൻസ് ഒക്കെ തള്ളിക്കയറ്റാലോ. അങ്ങനത്തെ കുറച്ച് സെൻറ്റൻസ് ഒക്കെ ഞാൻ കാണാപ്പാഠം പഠിക്കുമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ B2 എക്സാം ക്രാക്ക് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഹെൽപ്ഫുൾ ആകും എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര കാര്യമായിട്ട് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അറിയത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.